നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 പ്രാക്ടിക്കൽസ് പ്രാധാന്യം കൊടുക്കണോ വേണ്ടായോ? ഇതിനകത്ത് ഒരു മറു ചോദ്യമില്ല, പ്രാധാന്യം കൊടുത്തിരിക്കണം. പല കുട്ടികൾക്കും പ്രാക്ടിക്കൽസ് തെറ്റായ ധാരണയുണ്ട്. പ്രാക്ടിക്കൽസ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയി ചെയ്യാൻ, ഞങ്ങൾ ഇഷ്ടം പോലെ ഏതല്ലേ റിമ്പിൾ പെൻഡിലൊക്കെ ആട്ടി കളിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യുമ്പം പ്രാക്ടിക്കൽസ് നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു മാർക്ക് പോലും പോത്തില്ലെന്നുള്ളതാണ് എൻ്റെ പോസിറ്റീവ്. ഒരു മാർക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഗ്രേഡിനെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ നെഗറ്റീവ്. ഉദാഹരണം 200-ൽ 180 A+ എങ്കിൽ പ്രാക്ടിക്കലിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോയെങ്കിൽ ചിലപ്പോൾ 179 ആയാൽ ഒരു ഗ്രേഡ് നിശ്ചയിക്കുന്ന ഒരു മാർഗമാണ്. അന്നേരം അത്രയ്ക്ക് നന്നായിട്ട് നിങ്ങൾ ചെയ്ത് പഠിച്ച്, അല്ലെങ്കിൽ കണ്ട് പഠിച്ച് നിങ്ങൾ പ്രാക്ടിക്കൽസിന് പോയാൽ പ്രാക്ടിക്കൽസ് ഒരു പ്രശ്നമാകത്തില്ല. അന്നേരം നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ട് ഇടുക. ഏതൊക്കെ പ്രാക്ടിക്കൽസ്, നമ്മുടെ പ്രാക്ടിക്കൽസ് ഗിരീഷ് ഫിസിക്സ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സോളജി എല്ലാത്തിൻ്റെയും പ്രാക്ടിക്കൽസ് ചെയ്തിട്ടുണ്ട്. ഇനി ഏത് പ്രാക്ടിക്കൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. മാക്സിമം നമ്മൾ നല്ല ഗംഭീരമായിട്ട് തന്നെ ബാക്കിയുള്ള പ്രാക്ടിക്കൽസ് നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കും, അത് ഉറപ്പ് തരുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അന്നേരം ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് എല്ലാ പ്രാക്ടിക്കൽസിൻ്റെയും പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം. അന്നേരം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണാം. അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും ഉറപ്പായിട്ടും. അന്നേരം നിങ്ങൾ പറയുക ഏതൊക്കെ പ്രാക്ടിക്കൽസ് ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അന്നേരം ആദ്യമായിട്ട് ചാനൽ കാണുന്നതിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ പ്രയോജനമാണ് നമ്മുടെ ഊർജ്ജം. അന്നേരം പ്രാക്ടിക്കൽസിനെ സിമ്പിളായിട്ട് കരുതാതെ നല്ല ഗംഭീരമായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് എല്ലാ പ്രാക്ടിക്കൽസിനും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.